ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോയ ചങ്ക്സ് അല്ലെങ്കിൽ സോയാ ബീൻ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ, പക്ഷേ ഇച്ചിരിയും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സോയാ ചങ്ക്സിന് പൊതുവേ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും നമുക്കാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഗീ റൈസ് ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോയാ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോയാ ചങ്ക്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്തത് നമ്മളുടെ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് വരും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓൾറെഡി സോയാ ചങ്ക്സ് നമ്മൾ കുതിർത്തി എടുത്തത് കൊണ്ട് വെള്ളമയം അതിൽ തന്നെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് നമുക്ക് ആ സോയാ ചങ്ക്സിലെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മസാലാസ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പം ആദ്യം മുട്ട ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടെ വേണ്ടി വരും. അതായത് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് അത്യാവശ്യം ഒരു കോട്ടിങ് വരാനായിട്ട് ഒരു മുട്ടയും കൂടെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് അതായത് എല്ലാ സോയ ചങ്ക്സിലും നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ സോയ ചങ്ക്സ് വലിയതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെറുതായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഈ സമയത്ത് ചേർക്കാം. അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഇത്രയും നമ്മളുടെ ഗ്രേവി കാര്യങ്ങളെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാനൊരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 8-9 അല്ലി വെളുത്തുള്ളി, ചെറുതായിരുന്നു വെളുത്തുള്ളി, 8-9 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്. അപ്പോൾ ഞാനിതിലേക്ക് അത്രയും കറിവേപ്പില, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. ആ ഓയിൽ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അതൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും സോയാ ചങ്ക്സ് ഇങ്ങനെ ആ ഒരു മിക്സർ ഞാൻ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഓയിലിലേക്ക് നമുക്ക് ഈ ഒരു സോയാ ചങ്ക്സ് കംപ്ലീറ്റ് ചേർത്തിട്ട് നമുക്കൊന്ന് ഒത്തിരി മൂത്ത് കരിഞ്ഞു പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കോട്ടിങ് അതിൽ തന്നെ ഉറച്ചിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കറി വെക്കുമ്പോഴും അതിൽ തന്നെ ആ കോട്ടിങ് ഉറച്ചിരിക്കത്ത രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് തരാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ആ സോയ ചങ്ക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇത് ഇത്രയും ചേർത്ത് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് തിരുമിയിട്ട് ചേർക്കുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സോയാ ചങ്ക്സിൽ നമ്മൾ തിരുമ്മി വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മളെടുത്തിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് മയമായിട്ട് വരുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ ടൈമിൽ നമുക്കിനി പൊടികളൊക്കെ ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ എരിവ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, അതാണ് അത്ര ധൈര്യമായിട്ട് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ പൊടികളെല്ലാം ചേർത്തതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തും പൊടി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ ചേർത്തിരുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയായിരുന്നു. ഇനി ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവർക്ക് ഗരം മസാല ചേർത്താലും മതി കേട്ടോ. അപ്പോൾ
ഇത് ഇത്രയും നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ആ ഒരു ഗ്രേവി ഒരു 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 എന്താ ഇച്ചിരി ഒന്ന് കുഴഞ്ഞ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം മൂപ്പെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഞാൻ ചേർത്ത വെള്ളത്തിന് ഒരു മഞ്ഞ കളർന്നല്ലേ? അപ്പം വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ചിക്കൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇത് ചേർക്കണം നിർബന്ധമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. തിളച്ച വെള്ളം ചേർക്കാനായിട്ട് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ റെസിപ്പീസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് ഒരുപാട് വലിച്ചു നീട്ടി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പോണേ. കാരണം ഞാൻ എത്രയെല്ലാം ചുരുക്കാൻ നോക്കിയാലും വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ 6 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇങ്ങനെ പോകും. പക്ഷേ അനാവശ്യമായിട്ട് അതിനകത്തൊന്നും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇച്ചിരി വലിച്ചു നീട്ടിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.